പൊതുവെ ഈ അയൽവാസികൾക്കായിട്ട് വേറൊരാൾക്കായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓനങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കണ്ടാൽ തോന്നുകയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഓനെ കണ്ടാൽ തോന്നുന്നൊരു മോനല്ല. പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല. എന്റെ ആവശ്യങ്ങളൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാവും, അത് കഴിക്കും, പുറത്തിറങ്ങും, അങ്ങനെയൊന്നുള്ള അല്ലാണ്ട് പൈസയും കാര്യവും അതിട്ട് കയ്യിലില്ലാനും അങ്ങനത്തെ ഒന്നുമില്ല. കൂട്ടുകെട്ടിൽ എന്തോ പെട്ടിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് സംശയിച്ചിട്ടാണ് ഇവരത് പറയുന്നത്. അപ്പം ഈ ഭാഗത്തൊക്കെ കുറെ കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് നല്ലൊരു മോനാണ്. ഒരാൾക്ക് ഓനത് പക്ഷെ ഇന്നലെ പോലീസ് വരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്നല്ലോ, അപ്പോഴല്ലേ വീഴുന്നുണ്ട്. അന്നപ്പോ ഇരുന്നോ കിട്ടിയിട്ടാണല്ലോ അത് കയ്യിലുണ്ടായത്. പക്ഷെ ഇവിടെ അത് കൊണ്ടുപോകുന്നതാക്കുന്നില്ല, അറിയുന്നില്ല. നല്ല കണ്ടാണെങ്കിൽ നമ്മൾ അറിയാം. ഉമ്മക്കൊക്കെ പ്രത്യേകിച്ച് അറിയണമെങ്കിൽ പിന്നെ ഓരോ റൂമിലൊക്കെ എന്താ ഇവിടെ ഉണ്ടാവും ഏത് നേരം ഈ കസാലയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് കാലം നെട്ടി വെച്ചിട്ട് ഫോണിൽ ഇതൊക്കെ ഏട്ടു അങ്ങനെ പോയി ഇറങ്ങി പോവില്ല. അങ്ങാടിയിലൊന്നും പോയി ഇരിക്കുന്നില്ല. ഇവന്റെ കൂട്ടുകാർ വിളിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ പോകുന്നതായിരിക്കും. അല്ലാണ്ട് അടുത്തുള്ള കൂട്ടുകാരൊന്നുമില്ല. ഇവിടെ അടുത്തെന്ന് വെച്ചാല് എല്ലാം ഓന് ഇവിടെ അടുത്തായിട്ടുള്ള അങ്ങനൊന്നുമില്ല. പുറത്തുനിന്നുള്ള കൂട്ടുകാരായിരിക്കും കൂടുതലും ഉണ്ടാവുക. അല്ലാണ്ട് ഇവിടെ ഒരാളിപ്പോഴും ഓനെ കാണലില്ല. ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ഇന്ന് രാവിലെയാണ് വാർത്ത കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. നോമ്പായതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാന്ന് തുറന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ കണ്ടപ്പോ നമ്മളെ സംഘത്തിലാണ് ഒരു ഉമ്മമ്മ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് സംഘം 12 മണിക്ക് നടത്താന്ന് വെച്ചത്. ഇതിപ്പോ ഇവിടെ കുറെ പക്ഷെ ഇങ്ങനെ ലഹരിക്കെതിരെയുള്ള കുറെ ക്യാമ്പയിനൊക്കെ ആൾക്ക് നടക്കും. ഉണ്ട്. ഇവിടെ മഹല്ല് ഇതിനായിട്ട് ഭയങ്കരമായിട്ട് കർശനമായിട്ട് വീടാന്തരം കയറിയിട്ട് 5, 8, 10 ആൾക്കാർ പോയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുകയും ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടിട്ട് ഞങ്ങളെ മഹല്ലിൽ മറവ് ചെയ്യൂലെന്നും പിന്നെ ഇവിടെ ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും, ഞങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഉള്ളവർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അന്ന് കുറച്ചൊക്കെ ലേശം ഇതുണ്ടായിരുന്നു. ഇപ്പം അടിക്കടി ഇങ്ങനെ വരുന്നെന്ന് കേൾക്കുന്നു. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും കൂടി ആയിരിക്കില്ല ഇങ്ങനെ കേൾക്കുന്നത്. ഭയങ്കരമാണ്. ഇപ്പൊ നമുക്കും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കേൾക്കണ്ടല്ലോ, ഉമ്മനെ കൊന്ന് മറ്റത് കൊന്ന് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഉണ്ടല്ലോ. അപ്പൊ ഉമ്മനോട് ഞങ്ങളെ പറയൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് എതിർക്കാൻ നിൽക്കാറ് തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒറ്റക്കായതുകൊണ്ട് ഓന് ഇവിടെ തന്നെ നിൽക്കുന്നതിനെ കൊണ്ട് പോവാൻ പറഞ്ഞാൽ പോവില്ല. എന്റെ ഉമ്മേന്റെ അടുത്ത് പോയിക്കോന്നൊന്നും പറഞ്ഞാലൊന്നും പോവില്ല. ഇവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരാൾക്കൊരു ശല്യത്തായി പോകാൻ കൊണ്ടായിക്കോളം അങ്ങനെ പറഞ്ഞിട്ട് ഓളോട് നല്ലോണം ശ്രദ്ധിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. നല്ലോണം പറയും, സമയം വൈകുന്നതിനും പോകുന്നതിനും ഒക്കെ പറയും. അതിനൊക്കെ ഇങ്ങനെ പറയുക. ഇപ്പൊ കൂടുതൽ പറയുമ്പോ മക്കൾ ഇങ്ങനാണല്ലോ. ഇപ്പൊ ഇതൊരു മാർഗമാണല്ലോ, കൊല്ലാന്നുള്ളതാണല്ലോ അല്ലെ ലക്ഷ്യപ്പുള്ളത്. എല്ലാവരെയും കൊന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറയാൻ ശ്രദ്ധിക്കണം. എപ്പോഴും അയൽവാസികളോട് ഞങ്ങൾ പറയും, നോക്കണം കേട്ടോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. അങ്ങനെ പറയാനുള്ളൊരു കാര്യം ഇങ്ങനെ ഒച്ച വെക്കുമ്പോ അവള് ഞങ്ങളോട് പറയും, സംഘത്തിൽ നിന്നൊക്കെ ആണെങ്കിലും പറയൂ, സാനിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒച്ച ഇട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒച്ചട്ടുണ്ടാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഉമ്മനോടും അപ്പനോടും പറഞ്ഞെന്നൊക്കെ പറയാന്നല്ലാണ്ട്. പക്ഷെ ഓനെ കണ്ട അങ്ങനത്തെ ഒരു മോനല്ല, നല്ലൊരു മോനാ. ഒരാളും ഇവിടെ ആടും പറയൂല ഓന് ഉപദ്രവം ഉണ്ടെന്ന്. ഒരാൾക്കും ഇല്ല ഉപദ്രവം. പിന്നെ രാത്രി ആയതുകൊണ്ട് ആരും അറിയുന്നില്ല. പിന്നെ ഈ പള്ളിയിലെപ്പോഴും ഉസ്താദുമാരിലേക്ക് ശ്രദ്ധിക്കും. ഒരു കേൾക്കലില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചാലും ഒരു പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഒരു അന്നപ്പം കമ്മിറ്റിയിൽ അറിയിക്കുകയും വിവരം തിരികെയൊക്കെ ചെയ്യും. ഞങ്ങളൊക്കെ മാപ്പിളാരൊക്കെ കമ്മിറ്റിയിലുള്ള അതുകൊണ്ട് അറിയിക്കും. ഒന്നും അറിയിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഉമ്മമ്മ എന്താ പറയുന്നത്? ഇപ്പൊ ഉമ്മമ്മ പറയും വിഷമത്തിലിരിക്കുന്ന വെച്ചാൽ എന്റെ മോന് പോയി എനിക്ക് ആരാളുള്ളതെന്നാ ചോദിക്കുന്നത്. ഒരു മോനാണ് അതിനുള്ളത്, എന്റെ മോനത്തെ മോനാ അത്. അപ്പോ ഇവനെ ഇവിടെ നിർത്തി ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ കൂടിക്കോളാനൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയലാണ്. എന്ത് ചെയ്യാനാ.